1887 സ്ഥാപിതമായിട്ടുള്ള നിപ്പോൺ ഗാക്കി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് മേക്കിംഗ് കമ്പനിയാണ് പിന്നീട് നമ്മളൊക്കെ വളരെ പ്രശസ്തമായി അറിഞ്ഞ യമഹ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ അല്ലെങ്കിൽ യമഹ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ തുടക്കം എന്ന് പറയാം. തൊരക്സു യമഹ എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ വാഹനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മോട്ടോർ സൈക്കിളുകൾ യമഹ നിർമ്മിച്ചു. ഇന്ന് നമ്മളുള്ളതും അത്തരത്തിലുള്ള ഒരു മോട്ടോർ സൈക്കിളിൻ്റെ കൂടെയാണ്. യമഹ ഏറ്റവും അവസാനമായിട്ട് പുറത്തിറക്കിയ അവരുടെ FZX എന്ന് പറയുന്ന മോഡൽ. FZ എന്ന് പറയുന്ന ഒരുപാട് ആരാധകരുള്ള ഒരു നെറ്റ്വർക്കിലെ ഏറ്റവും അവസാനത്തെ, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കണ്ണിയാണ് എന്ന് വിശേഷിപ്പിക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യമഹ FZXനെ കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. FZX കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉപയോഗിച്ച സമയത്ത് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചധികം പ്രത്യേക ആംഗിളുകളിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ല വാഹനം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്. 1,70,000 രൂപയോളമാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഏറെക്കുറെ 60 km/ലിറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് എന്ന് പറയാം. നമുക്ക് ഇതിൻ്റെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. പൂർണ്ണമായിട്ടും ഒരു റെട്രോ ലുക്കിൽ നിർമ്മിച്ചെടുത്തൊരു വാഹനമാണ് ഇതെന്ന് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഹെഡ് ലാമ്പിനെയൊക്കെ ആ ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് എന്നാൽ LED ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നത് DRL ആണ്, LED ആണ്. അതുപോലെ തന്നെ അതിനകത്ത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. കുഴപ്പമൊന്നുമില്ലാത്തൊരു വിസിബിലിറ്റി ഉണ്ട്. എന്നാൽ രാത്രി ഓപ്പോസിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു പവർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അതുപോലെ തന്നെ യമഹൻ്റെ ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ഇൻഡിക്കേറ്ററിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് LED ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണാം. അതൊരു ഗോൾഡൻ തീമിലല്ല, എന്നാൽ വീല് ഗോൾഡൻ തീമിലാണ്. അങ്ങനെ ഇതും ഗോൾഡൻ തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊടുത്തത് തോന്നുന്നു. പക്ഷേ വീല് നല്ല ഭംഗിയുണ്ട്. ഒരു 17 ഇഞ്ച് വീലും കാര്യങ്ങളും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കാണാം. ABS വരുന്നത് സിംഗിൾ ചാനലാണ്. എന്നാൽ ഇതിനകത്തൊരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു ട്രാക്ഷൻ കൺട്രോൾ കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരു ഡ്യുവൽ ചാനൽ ABS ആയിരുന്നു നല്ലത്. കാരണം ഈ ഒരു ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓയിൽ ആയിട്ടുള്ള റൂട്ടിൽ അല്ലെങ്കിൽ മൺസൂൺ കാലത്ത് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപയോഗം വരിക. അതെപ്പോഴും ഉപയോഗമില്ലാത്തൊരു സാധനമാണ് എന്നുള്ളൊരു ഒപ്പീനിയൻ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആയിരുന്നു കുറച്ചുകൂടി സേഫ്റ്റി പരമായിട്ട് നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ ഇവിടെ കുറച്ചധികം കോസ്മെറ്റിക്സ് എലമെൻസുകൾ കാണാം. ഇപ്പോൾ ഒരു എൻജിൻ ഗാർഡ്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒക്കെ കുറച്ചും കൂടി ഒരു വാഹനത്തിന് നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സ്റ്റീലാണ്. അതൊരു പ്രത്യേകത കേട്ടോ, പ്ലാസ്റ്റിക് എലമെൻറ്റുകളല്ല. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഇതും സ്റ്റീൽ എലമെൻ്റാണ്. കുറച്ചും കൂടി നല്ല രസകരമായിട്ടുള്ള ഒരു ഫ്യൂവൽ ഏരിയ എന്ന് പറയാം. അതിനകത്ത് FZX എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബ്ലൂ കളറില്ലേ, ഒരു മാറ്റ് ബ്ലൂ കളർ പുതുതായിട്ട് യമഹ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കളറാണ്. നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ബ്ലാക്കും അതും കൂടി ചേരുന്ന സമയത്ത് രസമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഹാൻഡിലേക്ക് വരാം. ഹാൻഡിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി, അതായത് നേരെ സ്ട്രൈറ്റ് അല്ല, എന്നാൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ചിങ്ങനെ ചെരിച്ച് വെച്ച രൂപത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് പൊസിഷൻ നല്ല രസമുണ്ട്. അത് ഞാൻ ഡ്രൈവ് ചെയ്ത സമയത്ത് വരാം. അതുപോലെ ഇവിടെ നമുക്കൊരു ക്ലസ്റ്റർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയാണ് കേട്ടിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഇവിടെയാണെന്ന് വിചാരിക്കും. കാരണം ഈ ഒരു ക്രോം എലമെൻറ്റ് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു. ഇതൊരു ബ്ലാക്ക് എലമെൻ്റാണ്. അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ മീറ്റർ കൺസോൾ വരുന്നത്. സ്പീഡോ മീറ്റർ വരുന്നു. അതുപോലെ തന്നെ TCS ട്രാക്ഷൻ കൺട്രോൾ ഇപ്പോൾ മോണാണ്. TCS ന്യൂട്രൽ. ഇത് കുറച്ചുകൂടി രസമുണ്ട് കാണാൻ. പക്ഷേ ഇതിനകത്തുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിയർ ഇൻഡിക്കേറ്റർ ഇതിനകത്തില്ല എന്നുള്ളതാണ്. ഇപ്പം ഏത് ഗിയറിലാണ് നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ച രീതിയിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇവിടെ E20 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തനോൾ ഫ്യൂവൽ ഉണ്ടല്ലോ, അതായത് ഇപ്പം ഫ്യൂവലിനകത്ത് കുറച്ചുകൂടി എത്തനോൾ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഫ്യൂവൽ ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ പുതിയ അറിയിപ്പ് അനുസരിച്ച് വരുന്നത് എനിക്ക് എത്തനോൾ കൂടി വരും എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അതും കൂടി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള എഞ്ചിനാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് എന്നതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ E20 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത്. യമഹ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. ഇതിനൊരു കാര്യം കൂടി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ രസകരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് നിർമ്മാണ കമ്പനി ആയിട്ടാണ് യമഹ സ്ഥാപിച്ചത് എന്നുള്ളത്. യമഹൻ്റെ ലോഗോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ഇപ്പം യമഹൻ്റെ ലോഗോ നമുക്ക് കീനകത്ത് കാണാം. ഉണ്ടോ, 3 ട്യൂണിങ് ഫോർക്കുകൾ ഇങ്ങനെ തലങ്ങനും വിലങ്ങനും വെച്ചിട്ടാണ് യമഹയുടെ ലോഗോ ഉള്ളത് എന്നുള്ളതാണ്. അതാണ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നിർമ്മാണ കമ്പനി പിന്നീട് ബൈക്ക് ഉണ്ടാക്കിയപ്പം അവർ ആ ഒരു പാത പിന്നെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഹൈലൈറ്റ്. സീറ്റിലേക്ക് വരാം. അത്യാവശ്യം നല്ല കുഷ്യനോട് കൂട്ടിയിട്ടുള്ള സീറ്റാണ്. പിനിയൺ സീറ്റും കുഴപ്പമൊന്നുമില്ല, രണ്ടാൾക്കും നന്നായിട്ടിരിക്കാം.
ഗ്രാബ് ഹാൻഡിൽ കുറച്ചും കൂടി റെട്രോ ആയി, അതായത് നമ്മൾ പണ്ട് കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ. സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ LED ആണ് വരുന്നത്. അതിനോട് റിഫ്ലക്ഷൻ യൂണിറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സൈലൻസറിനെ കുറിച്ച് കൂടി പറയാം. കുറച്ചുകൂടി ചെറിയ സൈലൻസറായിട്ട് എനിക്ക് വളരെ പെട്ടെന്ന് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്കൊന്നും അധികം നീളമില്ല, ഈ ടയറിൻ്റെ പകുതി വെച്ച് അവസാനിക്കുന്നു എന്നുള്ളതാണ്. ബാക്കിലത്തെ വീലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് എഞ്ചിനെ കുറിച്ച് കൂടി പറയാം. എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 149 cc ഒരു സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. 12.4 ഹോഴ്സ് പവറും 13 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സുമാണ്. കൊള്ളാം, അത്യാവശ്യം സീറ്റിംഗ് പൊസിഷനും കുഴപ്പമൊന്നുമില്ല. അപ്പം കാല് വെക്കുന്ന സമയത്ത് ശരിക്കുണ്ടോ L ഷേപ്പിൽ വരുന്നൊരു കാര്യം, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ നല്ലൊരു പൊസിഷനാണ്. അപ്പം ഈ ഒരു ഹാൻഡിൽ ശരിക്കും ഒരു അപ്ലിഫ്റ്റഡ് ആണ്. അപ്പോൾ അതും ഈ ഒരു പൊസിഷനും ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ലോങ് റൈഡിൽ നന്നായിട്ട് നമ്മളെ സഹായിക്കും, ഈ ഒരു ബാക്ക് പെയിനും ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ സീറ്റും നല്ല കംഫർട്ടാണ്, അതും നല്ലൊരു കാര്യം. ഇനി നമുക്ക് കൺട്രോൾസിനെ കുറിച്ചൊന്ന് നോക്കാം. ഷൂട്ടിനിടയിൽ കുറച്ച് മഴ പെയ്തുകൊണ്ട് വെള്ളമുണ്ട്. ഇതാണ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതുപോലെ തന്നെ എഞ്ചിൻ കിൽ ബട്ടൺസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഒന്നിങ്ങോട്ടായി കഴിഞ്ഞാൽ നമുക്ക് DRലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ പാസ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ്, നല്ല ഹോണാണ്. ഇനി ഒരു കാര്യം കൂടി കേൾക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ് നോട്ടാണ്. അതൊന്ന് കേൾപ്പിക്കാം, അത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളി സൗണ്ടാണ്. നമ്മൾ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് സൗണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ഇത് കൊടുത്തുള്ളത്. അപ്പോൾ ഇത്രയാണ് FZX എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി റൈഡ് ചെയ്യുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമുക്കൊന്ന് റൈഡിനെടുക്കാം. സോ നമ്മൾ യമഹ FZനെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഫീലുകളെ കുറിച്ച് പറയാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പൊസിഷൻ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പൊസിഷനാണ്. ശരിക്കും നമുക്കിങ്ങനെ നിവർന്നിരിക്കാമെന്ന് പറയില്ല. അപ്പം ഒരുപാട് ദൂരം പോകുമ്പോഴും നമുക്ക് ആ ഒരു വളഞ്ഞിരുന്നിട്ടുണ്ടാവുന്ന, പ്രത്യേകിച്ച് ഞാൻ കുറച്ച് നീളമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും ചില കമ്പ്യൂട്ടർ ബൈക്കിലേക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പോലെ ചില ബൈക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വളഞ്ഞിരിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇതിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഏറ്റവും പ്ലസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ ആദ്യം എടുത്ത് പറയുന്നത്. ഈ ഒരു പൊസിഷൻ കുറച്ചുകൂടി ഒരു അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ളൊരു പൊസിഷൻ എന്നുള്ളൊരു ഫീൽ കിട്ടുന്നു. അപ്പോൾ അതിനെ കാലൊക്കെ ശരിക്കും നമ്മളൊരു കസേരയിലേക്ക് ഇരിക്കുന്ന പോലെ അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യം കേട്ടോ. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി 60 km/L ഒക്കെ കിട്ടും എന്നുള്ള രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ലുക്കാണ്. റെട്രോ ആണെങ്കിൽ പോലും ഒരു അട്രാക്റ്റീവ് ലുക്ക് നിലനിർത്തിയിട്ടുണ്ട്. അതിലും നമ്മളൊരു തംസപ്പ് കൊടുക്കുകയാണ് യമഹയ്ക്ക്. സോ ഓടിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഒരു കാര്യമാണ് സൗണ്ടിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്. കുറച്ച് നമ്മൾ നല്ലൊരു സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്താണെങ്കിൽ നല്ല സൗണ്ടാണ്. അപ്പോൾ ആ ഒരു സൗണ്ട് ശരിക്കും നമുക്ക് നല്ല രൂപത്തിൽ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്, നല്ല രീതിയിൽ ക്രൂസ് ചെയ്തുകൊണ്ട് പോകാൻ. പിന്നെ ടയർ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ളൊരു ടയറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കറവൊക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കറവൊക്കെ ചെരിച്ചെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ല രൂപത്തിൽ ചെരിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മളൊരു റോട്ടിലേക്കൊരു സിഗ്സാഗ് റോട്ടിലേക്കൊക്കെ കയറി പോവാണ്, അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനത് സഹായിക്കുന്നുണ്ട്. ആക്സലറേഷനും കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂസ് ആക്സലറേഷൻ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹോൺ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ ഇപ്പോൾ സൗണ്ടൊക്കെ കേൾക്കുന്ന സമയത്തിന് ആളുകൾ ഇങ്ങനെ നോക്കുമോ, ഇത് കൊള്ളാലോ, ഇത് പുതിയ സൗണ്ടാണല്ലോ, അല്ലെങ്കിൽ ആ ഡിസൈനൊക്കെ കാണുന്ന സമയത്ത് ഇത് കൊള്ളാലോ. കാരണം FZനെ ഈ ഒരു രൂപത്തിൽ പലരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും വേറൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആളുടെ അടുത്ത് സംസാരിച്ച സമയത്ത്. എന്നാലും ഒരു റെട്രോ സ്റ്റൈൽ നിലനിർത്തിയിട്ട് വന്നിട്ടുള്ള ഒരു വാഹനം എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഇതായിട്ട് നമുക്ക് എടുത്ത് പറയാവുന്നൊരു മോഡലാണ് FZX എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ നല്ല റൈഡ് ക്വാളിറ്റിയാണ്. അതായത് സൗണ്ടും അതുപോലെ തന്നെ ആ ഒരു ഗിയർ പൊസിഷൻ കാര്യങ്ങൾ, പിന്നെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ത്രോട്ടിൽ റെസ്പോൺസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യം. ശരിക്കും ഇതിന് നമുക്ക് നല്ല ലോങ് യാത്രയൊക്കെ പോവാം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഒരിക്കൽ പോകണമെന്ന്, എന്തായാലും അതിനൊരു അവസരം കിട്ടുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം ക്രൂസ് ചെയ്ത് കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ് FZXനെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. ആ തരത്തിലാണ് ഇതിൻ്റെ മൊത്തം പ്ലേസ്മെൻറ്റ് കൊടുത്തുള്ളത്. അപ്പം ഒരു 2 ലക്ഷത്തിൽ താഴെ വില വരുന്ന, അതായത് 2 ലക്ഷത്തിൽ താഴെ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വാഹനം വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഫസ്റ്റ് ടൈം എടുത്ത് നോക്കാം. ഒരു 150 cc വരുന്ന വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കൺസിഡറേഷനിൽ പെടുന്ന ഒരു വാഹനം കൂടിയാണ് ഇത്. അതും ഒരു നല്ല കാര്യം. അപ്പം ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം, അത്യാവശ്യം നമുക്കൊരു റൈഡിനും എല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം, നല്ല സീറ്റിംഗ് പൊസിഷനുള്ള ഒരു വാഹനം എന്നൊക്കെ കണക്കൂട്ടുന്ന സമയത്ത് നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെയാണ് എനിക്ക് FZXനെ തോന്നിയത്. പിന്നെ FZ ഒരുപാട് ആരാധകരുള്ളതാണ്. അതിൻ്റെ ആ ഒരു FZൻ്റെ ഡിസൈനിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം കുറേ മാനുഫാക്ചേഴ്സ് ഈ ഒരു പാറ്റേൺ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതിൽ ഉൾപ്പെടുന്നതാണിത്. പിന്നെ അതിന് ഇതിനകത്ത് നമുക്ക് എക്കോ മോഡ് എന്നിട്ടൊരു മോഡുണ്ട്. അതായത് എക്കണോമി മൈലേജ് കീപ്പ് ചെയ്യുമ്പോൾ മാത്രം അത് വരുന്നു, ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ അത് പോവുകയും ചെയ്യും.
ആ തരത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അത് ആ ഒരു മൈലേജ് ഇൻഡിക്കേഷൻ എന്നുള്ളതിന് മാത്രമാണ്, അല്ലാതെ അതിനകത്ത് 2-3 ഡ്രൈവ് മോഡ് ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് FZX എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഓടിച്ച സമയത്തുള്ള എക്സ്പീരിയൻസ്, അതുപോലെ ഇത് പുറത്തുനിന്ന് കാണുന്ന സമയത്തുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കുറച്ച് മഴയൊക്കെ പെയ്ത് ഇടയ്ക്കൊന്ന് ഇൻട്രപ്റ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് കഴിഞ്ഞാലും നമുക്ക് തീർക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. FZX കണ്ട സമയത്ത് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.